UDF മിനിസ്റ്റർ വരികയാണ്. ഒന്നാം നമ്പർ സതീശൻ തന്നെയാണ്, രണ്ടാം നമ്പർ കുഞ്ഞാലിക്കുട്ടിയാണ്. ഇപ്പോൾ മൂന്നാം നമ്പർ ആവുമോ സതീശൻ? അപ്പോൾ പണ്ട് സാറി കോൺഗ്രസിനകത്ത് ജി ആയിരുന്നു എല്ല, ഇന്ദിരാജി, കരുണാകരൻ ജി പറഞ്ഞിട്ട് ഞാൻ ജി, എൻ്റെ മോൻ ജി ഏതായിരുന്നു, മുരളീധരൻ ജി. ഇപ്പോൾ സതീശൻ ജി ആയി കഴിഞ്ഞു. അടുത്ത് കുഞ്ഞാലിക്കുട്ടി ജി ചേർക്കൂല അവർ, പിന്നെ ഇത് കുഞ്ഞാലിക്കുട്ടി ഉണ്ടാവും. അപ്പം രമേശ് ചെന്നിത്തല ജി മൂന്നാമത്തെ ജി ആവുമോ? മൂന്നാമത്തെ ജി ആവാനാണ് സാധ്യത. കാരണം വേറെ അതിലും സീനിയോറിറ്റി ഉള്ള ആരെങ്കിലും ഉണ്ടോ മന്ത്രിസഭയിൽ? ഇപ്പോൾ PJ ജോസഫ് ഇല്ല, പിന്നെ അദ്ദേഹം റിട്ടയർഡ് ആയല്ലോ. തിരുവഞ്ചൂരാണ്. പക്ഷേ ആഭ്യന്തരമന്ത്രി കൂടി ആവുന്ന ചെന്നിത്തലയ്ക്ക് രണ്ടാം സ്ഥാനം കിട്ടില്ല. ഉപമുഖ്യമന്ത്രി ആവുന്ന കുഞ്ഞാലിക്കുട്ടിക്കായിരിക്കും രണ്ടാം സ്ഥാനം. അപ്പം മൂന്നാം സ്ഥാനത്തേക്ക് ചെന്നിത്തല പോകും. അപ്പം മൂന്നാമത്തെ രണ്ടാം സ്ഥാനം എന്ന് പറയുമ്പോൾ മുഖ്യമന്ത്രിയുടെ അസാന്നിധ്യത്തിൽ ഈ ക്യാബിനറ്റിൽ അധ്യക്ഷനാവുക കുഞ്ഞാലിക്കുട്ടി സാഹിബായിരിക്കും. അതിനകത്ത് എനിക്ക് വലിയ അഭിപ്രായ വ്യത്യാസമൊന്നും തോന്നണില്ല. കാരണം രമേശ് ചെന്നിത്തലയ്ക്കും അറിയാമല്ലോ. കാരണം എന്തുകൊണ്ടും കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാവാൻ യോഗ്യതയുള്ള ഒരു വ്യക്തിയാണ് കുഞ്ഞാലിക്കുട്ടി. ഞാൻ പലപ്പോഴും 1-2 ഡിസ്കഷനിൽ നമ്മൾ പറയേണ്ടായിരുന്നു, ഈ ഒരു എന്താ പറയുന്ന ഒരു വ്യക്തതയില്ലാത്ത ഒരു ഒരു നിയമസഭയാണ് കേരളത്തിൽ തിരഞ്ഞെടുക്കപ്പെടുന്നതെങ്കിൽ മുസ്ലിം ലീഗിലെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് എന്തുകൊണ്ടും കേരള മുഖ്യമന്ത്രിയാവാൻ യോഗ്യനായൊരു വ്യക്തിയാണ്. അദ്ദേഹത്തെ തന്നെയാണ് മുഖ്യമന്ത്രി ആക്കേണ്ടത് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഒരു മുസ്ലിം മുഖ്യമന്ത്രിക്ക് അല്ല, ഉപമുഖ്യമന്ത്രി സ്ഥാനം എന്തായാലും കിട്ടും. പക്ഷേ ചെന്നിത്തലയ്ക്ക് ആഭ്യന്തര വിജിലൻസ് കിട്ടാനാണ് സാധ്യത. മറ്റൊന്ന് കെ മുരളീധരന് ആരോഗ്യമായിരിക്കും എന്ന് പറയപ്പെടുന്നുണ്ട്. പിന്നെ അനിൽകുമാറിന് ടൂറിസം, KP അനിൽകുമാറിന്, പിന്നെ സണ്ണി ജോസഫിന് റവന്യൂ നൽകുമെന്ന് പറയുന്നുണ്ട്. പക്ഷെ റവന്യൂ ചോദിച്ചുകൊണ്ട് കേരള കോൺഗ്രസ് ഇപ്പോൾ ഉണ്ട്. അതാണ്. അപ്പോൾ എന്തായാലും M ലിജുവിന് എക്സൈസ് ആണെന്നും വിഷ്ണുദായന് വൈദ്യുതി കൊടുക്കുമെന്നും CP ജോണിന് ഗതാഗതം എന്നും പറയുന്നുണ്ട്. ചാണ്ടി ഉമ്മന് കായികവും യുവജനക്ഷേമവും ഒക്കെ കൊടുക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. സാമൂഹ്യക്ഷേമം ബിന്ദു കൃഷ്ണയ്ക്ക്, ഒരു വനിതാ മന്ത്രിക്ക് കൊടുക്കണമാണ് എന്നൊക്കെയാണ് പറയപ്പെടുന്നത്. പക്ഷേ ഇതിനകത്തൊരു പ്രശ്നമുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രധാനപ്പെട്ട 3 വകുപ്പുകൾ: ഒന്ന് വിദ്യാഭ്യാസം, 2 പൊതുമരാമത്ത്, മൂന്നാമത്തെ വ്യവസായം. ഇതിനെപ്പറ്റിയുള്ള ചർച്ചകൾ എവിടെയും നടക്കുന്നില്ല എന്നുള്ളതാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപന വകുപ്പ്, അതുപോലെ തന്നെ തുറമുഖവും ന്യൂനപക്ഷ ക്ഷേമവും, ഇങ്ങനെയുള്ള വകുപ്പുകളൊക്കെ ഉണ്ട്. ഇത് മുസ്ലിം ലീഗിന് എത്ര മന്ത്രിമാരാണുള്ളത്? 5 മന്ത്രിമാർ. ഈ 5 വകുപ്പ് അവർക്ക് കൊടുക്കൂല്ലേ? ഉറപ്പായിട്ട്. അപ്പൊ ചർച്ചകൾ നടക്കാത്തതിന് കാരണം, മുഖ്യധാരാ മാധ്യമങ്ങൾ ചർച്ച ചെയ്യാത്തതിന് കാരണം, അത് ഉന്നമിട്ടിരിക്കുന്നത് ലീഗാണ് എന്നതുകൊണ്ടാണ്. അപ്പൊ ലീഗിന് കോൺഗ്രസ് അങ്ങ് അടിയറവ് പറഞ്ഞിരിക്കുകയാണ്. പ്രധാനപ്പെട്ട വകുപ്പുകളാണ് സർ: പൊതുമരാമത്ത്, വിദ്യാഭ്യാസം, വ്യവസായം, തുറമുഖം ഇനിയിപ്പോ പ്രധാനപ്പെട്ടത് വളരെ നിർണായകമാകും, കാരണം വിഴിഞ്ഞത്തിന്റെ പ്രാധാന്യം കൊണ്ട്. പിന്നെ ന്യൂനപക്ഷ ക്ഷേമം. ഇതെല്ലാം കൂടെ 10 വർഷം ന്യൂനപക്ഷത്തിന് കിട്ടാത്തതും കിട്ടണമല്ലോ. മതം. അപ്പൊ കോൺഗ്രസ് ലീഗിന് കീഴ്പ്പെട്ട് കഴിഞ്ഞു. അത് എന്നേ ആയി കഴിഞ്ഞിരിക്കണു. കോൺഗ്രസ് എന്ന് പറയുന്നത് ലീഗിന്റെ B ടീമാണ്. ലീഗ് കോൺഗ്രസിന്റെ A ടീമാണ്. അതിൽ വലിയ ഇങ്ങനെ പറയണതിൽ വലിയ മോശമൊന്നുമില്ല. നമ്മൾ കോൺഗ്രസ് മന്ത്രിസഭയിലും വിഴുങ്ങോ? അവരുടെ നിർദ്ദേശത്തിലാണ്, അവരുടെ നിർദ്ദേശപ്രകാരം അല്ലെങ്കിൽ അവരുടെ ഉത്തരവ് പ്രകാരമാണ് മുഖ്യമന്ത്രിയെ സെലക്ട് ചെയ്തിരിക്കുന്നത്. അതേപോലെ മന്ത്രിസഭയും രൂപീകരിക്കുന്നത്. ഇപ്പോൾ ഞാനൊരു കാര്യം പറയാം. പ്രിയനിപ്പോൾ എന്തെങ്കിലും അവർക്ക് ഇഷ്ടപ്പെടാത്ത എന്തെങ്കിലും കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പ്രിയനെ കേരള സംസ്ഥാനത്ത് പേഴ്സണ നോണാ ഗ്രാറ്റ ആയിട്ട് ഡിക്ലെയർ ചെയ്യാനുള്ള സ്വാധീനം മുസ്ലിം ലീഗിനുണ്ട്. പേഴ്സണ നോണാ ഗ്രാറ്റ എന്ന് പറഞ്ഞാൽ അറിയില്ലേ? ഇവിടെ നിൽക്കാൻ യോഗ്യതയില്ലാത്ത വ്യക്തി. അപ്പം നമ്മൾ അന്താരാഷ്ട്ര ചില ക്യാരക്ടേഴ്സ് ഉണ്ട്, ഈ വിദേശത്തു നിന്നുള്ള ചില ആൾക്കാരുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ എംബസികളിലോ ഹൈക്കമ്മീഷൻ ഇതിലോ നയതന്ത്ര കാര്യാലയത്തിലോ, ഇന്ത്യയിൽ നയതന്ത്ര കാര്യാലയത്തിലോ അല്ലെങ്കിൽ വിവിധ സ്ഥാപനങ്ങളിലോ വർക്ക് ചെയ്യുന്ന വിദേശികളെ പേഴ്സണ നോണാ ഗ്രാറ്റ ആണ് എന്ന് പറഞ്ഞാൽ ആ വ്യക്തി ഇന്ത്യയിൽ താമസിക്കാൻ യോഗ്യനല്ല, ഇന്ത്യയിൽ സ്വാഗതാർഹനായ ഒരു വ്യക്തിയല്ല അദ്ദേഹം എന്ന് ഡിക്ലെയർ ചെയ്യാനാണ്. ഡിപ്പോർട്ട് ചെയ്യാം, പൊക്കോളണം. പേഴ്സണ നോണാ ഗ്രാറ്റ ആയിട്ട് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അടുത്ത വിമാനത്തിൽ ഈ രാജ്യം വിട്ടോളണം. അതാണ്. അപ്പോൾ അവർക്ക് ഇന്നിപ്പോൾ മുസ്ലിം ലീഗിന് അതിനുള്ള സ്വാധീനമുണ്ട്. അവരെ ഞാൻ എന്താ പറയുക, ഇത് വിമർശിക്കുകയല്ല കേട്ടോ. ഞാൻ ഇന്ന് ഇന്ത്യ എന്ന കേരളത്തിലെ ഏറ്റവും നല്ല കാഡർ ബേസ്ഡ് പാർട്ടിയാണ്.
ഉത്തരവ് ഇറങ്ങുന്നത് മുഴുവനും ഇവിടുന്നാണ്, എന്താ പാണക്കാട്. പാണക്കാട് നിന്നാണ്. എനിക്ക് എൻ്റെ അഭിപ്രായത്തിൽ ഈ മറ്റേ പാണക്കാട് എന്ന് പറയുന്നത് അവിടേക്ക് ഈ കേരള തലസ്ഥാനം അങ്ങോട്ട് മാറ്റിയായിരിക്കും കുറേ കൂടി നല്ല. സെക്രട്ടേറിയറ്റും നിയമസഭയ്ക്ക് ഇവിടെ കൂടിക്കോട്ടെ, അതൊന്നും കുഴപ്പമില്ല. പക്ഷേ ഗവൺമെൻറ് സെക്രട്ടറിമാരും മന്ത്രിമാരും ഒക്കെ അവരുടെ ഔദ്യോഗിക കാര്യാലയങ്ങളും മറ്റേ വസതികളും ഒക്കെ പാണക്കാടും അതിന് ചുറ്റുവട്ടത്തായിട്ട് ആക്കുന്നതായിരിക്കും കുറേ കൂടി നല്ലത്. കാരണം തങ്ങളെ ഏത് നേരം തിരുവനന്തപുരത്തേക്ക് വിളിക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ അവരുടെ പൊളിറ്റിക്കൽ പവറാണ് കാണിച്ചത്. ഇപ്പോൾ ഉദാഹരണത്തിന് 2 ബാനർ കെട്ടി വയനാട്ടിൽ. അതോടുകൂടി കേരളത്തിലെ പ്രശ്നങ്ങൾ മുഴുവൻ തീർന്നില്ല. ഞാൻ അതിലേക്ക് പോകുന്നില്ല. പറഞ്ഞു കഴിഞ്ഞാൽ പറയും നമ്മൾ വർഗീയവാദിയാന്ന് പറയും. അങ്ങനെയൊന്നുമില്ല. മുസ്ലിം ലീഗ് നല്ലൊരു വർഗീയ കക്ഷി തന്നെയാണ്. അത് ഇത്ര എന്താ മോശമായിട്ട് പറയുന്നത് എന്തിനാണ്? ഇപ്പം ഞാനൊരു വർഗീയവാദിയാന്ന് പറയുന്നുണ്ട്. ഞാനും എനിക്ക് കുഴപ്പമൊന്നുമില്ല പറയണേന്. വർഗീയം എന്ന് പറഞ്ഞാൽ അവർ അത്ര മോശം വാക്കൊന്നുമല്ല, നല്ല വാക്ക് തന്നെയാണ്. അപ്പോൾ അവർ വർഗീയവാദികളാണ്. അപ്പോൾ അവർക്ക് അവരുടെ ഏത് നേരവും പറയുന്നുണ്ടല്ലോ, നമ്മുടെ രാഷ്ട്രീയ നിരീക്ഷകർ കോൺഗ്രസ്സിലുള്ളവർ പറയുന്നുണ്ടല്ലോ, സംഘടിത രാഷ്ട്രീയം, സംഘടിത വർഗീയ രാഷ്ട്രീയം കേരളത്തിലുണ്ടെന്ന് കോൺഗ്രസ്സുകാർ തന്നെ പറയുന്നുണ്ട്. പിന്നെ നമ്മൾ പറഞ്ഞതിൽ കാര്യം. പിന്നെ അവർക്കൊരു വീക്ക്നെസ് ഉള്ളത്, ഇപ്പോൾ ഡൽഹിയിൽ അവർക്ക് ഉണ്ടായിരുന്ന സ്വാധീനം ഇല്ല, അതായത് കേന്ദ്ര ഭരണത്തിൽ. പക്ഷെ അവർക്ക് മറ്റേ കോൺഗ്രസിൻ്റെ കെട്ടിളമയായിട്ട് നല്ല സ്വാധീനമുണ്ട്. അവർക്ക് അപ്പോൾ അവരൊരു ഉപയോഗിക്കും. പിന്നെ വേറൊരു കാര്യമുണ്ട്. ഞാൻ അടുത്ത കാലത്ത് ശ്രദ്ധിച്ചൊരു കാര്യമുണ്ട്. ഈ തെരഞ്ഞെടുപ്പ് റിസൾട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ കേരളത്തിലെ പത്രങ്ങളും ടെലിവിഷൻ ചാനലുകളും എല്ലാം വെള്ള പൂശാൻ ശ്രമിക്കുന്നുണ്ട് ഈ ഗവൺമെൻറ്റിനെയും ഈ മുന്നണിയെയും. ഇത് മുഴുവൻ കേരളത്തിലെ മതേതരമാരായ ജനങ്ങളുടെ വോട്ടിൻ്റെ ഫലമായിട്ടാണ് ഇവർ ജയിച്ചിരിക്കുന്നത്. ഇവരങ്ങനെ ഒരു മതത്തിൻ്റെ എന്താ പിന്തുണ കൊണ്ട് മാത്രം ജയിച്ചതല്ല എന്ന് ആണ് കേരളത്തിലെ മാധ്യമങ്ങൾ ഏതു നേരവും തള്ളിക്കൊണ്ടിരിക്കുന്നത്, ബ്രാഗ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ എല്ലാവർക്കും അറിയാം കേരളത്തിൽ മുസ്ലിം ക്രിസ്ത്യൻ കൺസോളിഡേഷൻ്റെ കാരണം ഒന്നുകൊണ്ട് മാത്രമാണ് ഈ മന്ത്രിസഭ രൂപീകൃതമായതും ഈ നിയമസഭയിലെ UDF ജയിക്കാൻ കഴിഞ്ഞതെന്ന് എല്ലാവർക്കും അറിയാം, ഉള്ള കാര്യമല്ലേ. ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും മൊത്തം UDF വോട്ട് ചെയ്തത്. ഇതിൽ ആകെ കൂടി കരയണ BJPയുടെ നേതാക്കന്മാർ അരമനയിൽ കയറി വീഞ്ഞ് കൊണ്ട് കൊടുത്തു, അല്ലെങ്കിൽ മറ്റേ കേക്ക് കൊണ്ട് കൊടുത്തു, അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് വോട്ട് കിട്ടിയില്ല എന്നും പറഞ്ഞു അവിടെ ജാർഖണ്ഡിൽ പോയി പ്രത്യേക വിമാനം പിടിച്ച് ഒന്നിനാ കന്യാസ്ത്രീ വരെ ജാമ്യത്തിൽ ഇറക്കാനായിട്ട്. അവരവിടെ കാണിച്ച പോകരുതരാണ് ഈ കന്യാസ്ത്രീകളെയും. അവിടുത്തെ നിയമം ലംഘിച്ച് പിടിച്ച് ജയിലിലിട്ടു. ഉടനെ തന്നെ ഇവിടുന്ന് പാർട്ടി പ്രസിഡന്റും 2 പേരും കൂടി പോയേക്കാണ് ജാമ്യത്തിൽ ഇറക്കിക്കൊണ്ടിരുന്നത്. ഇത്രയൊക്കെ ചെയ്തു കൊടുത്തിട്ടും തോപ്പിച്ചു എന്നുള്ളതാണ്. പാവം PC ജോർജിനെ തോപ്പിച്ചു. PC ജോർജിനെയാണ് ഏറ്റവും കൂടുതൽ പ്രതീക്ഷിച്ചിരുന്നത്. BJP കാൻഡിഡേറ്റ് തോറ്റുപോയി. അത് നമ്മുടെ വിഷയം അതല്ലല്ലോ. ഈ ലീഗ് പറയണ പോലെ നടക്കുകയുള്ളൂ, മുസ്ലിം ലീഗ് പറയണ പോലെ എല്ലാം നടക്കുകയുള്ളൂ കേരളത്തിൽ. അതിപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞിട്ടുണ്ടല്ലോ, അദ്ദേഹത്തിന് മുസ്ലിങ്ങളോട് ദേഷ്യമല്ല. അദ്ദേഹം 100 വട്ടം പറഞ്ഞിട്ടുണ്ട്, എനിക്ക് മുസ്ലിങ്ങളോട് ഒരു ദേഷ്യമല്ല, എനിക്ക് മുസ്ലിങ്ങളോട് സ്നേഹമുള്ളൂ, ആദരവേ ഉള്ളൂ. പക്ഷേ ഈ മുസ്ലിം ലീഗ് എന്ന് പറയുന്നത് അവരവരുടെ സംഘടിത രാഷ്ട്രീയ ശക്തി ഉപയോഗിച്ച് ബാർഗെയിൻ ചെയ്ത് അവർ കാര്യം കാണുന്നതാണ് പറയുന്നത്. അപ്പോൾ അതിനകത്ത് വലിയ പുതുമയൊന്നുമില്ല. അതിപ്പോൾ കുറേ നാളായിട്ട് നടക്കട്ടെ. ഇപ്പം മാറാട് കൊലക്കേസ് നടന്നില്ലേ, 8 പേര് 9 പേരായിട്ട് ഹിന്ദുക്കളെ കൊന്നില്ലേ? ആ കേസ് എന്ത് CBIക്ക് പോവാഞ്ഞ്? അവർ CBIക്ക് അന്വേഷിക്കണമെന്ന് മന്ത്രിസഭയിൽ ഏതാണ്ട് തീരുമാനമായത് ലീഗ് വിളിച്ച് പറഞ്ഞ് മാറ്റിയതല്ലേ? AK ആന്റണി ഈ മാറാട് പ്രശ്നത്തില് സത്യത്തിനൊപ്പം നിൽക്കാൻ ശ്രമിച്ചത് കൊണ്ടാണ് രാജിവെക്കേണ്ടി വന്നതെന്നൊക്കെ പറയുന്നത്. അതുള്ള കാര്യമാണ്. അത് കഴിഞ്ഞ ഉടനെ തന്നെ അദ്ദേഹത്തെ മാറ്റി. 2004 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മറ്റേ UDF തോറ്റു തുന്നമ്പാടി. അപ്പോൾ ഒന്നും അല്ലല്ല, ഏതോ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ 20 UDF വേണ്ടത്ര വിജയം കിട്ടിയില്ല. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് രാജിവെക്കേണ്ടി വന്നത്. അപ്പോൾ രാജിവെച്ചിട്ടാണ് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായത്. അപ്പോൾ അത് മുസ്ലിം ലീഗിൻ്റെ നിർബന്ധം, മുസ്ലിം ലീഗിൻ്റെ കടുംപിടുത്തമായിരുന്നു. നമുക്ക് എന്താണ് പറയുക, മാപ്പ് പറഞ്ഞാലൊന്നും പോരാ, രാജിവെക്കണം എന്ന് ഇവിടെ നിന്ന് ഉത്തരവ് വന്നു മറ്റേ പാണക്കാട് നിന്ന്. അങ്ങനെയാണല്ലോ അദ്ദേഹം രാജിവെച്ച് പോയി, പകരം ഉമ്മൻചാണ്ടിനെ കൊണ്ടുവന്നത്.
അതെ. പക്ഷേ ഈ പറയുന്ന സർക്കാരിന്റെ അവസ്ഥ എന്തായാലും ലീഗിന്റെ പിടിവള്ളിക്കകത്ത് അവരുടെ കടിഞ്ഞാണി തന്നെയായിരിക്കും സർക്കാർ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എന്നുള്ളതാണ്. കേരളം ഭരിക്കാൻ പോണ മുസ്ലിം ലീഗാണ് പ്രിയൻ. കേരളം ഭരിക്കാൻ പോകുന്ന മുസ്ലിം ലീഗാണ്. നല്ല യാഥാർത്ഥ്യമാണ്. കാര്യം. ഇപ്പൊ തന്നെ നോക്കിയ തിരുവനന്തപുരത്തേക്കും എവിടെ നോക്കിക്കഴിഞ്ഞാൽ എല്ലായിടത്തും താടിക്കാരും തലയെക്കെട്ടുകാരുമാണ് ഉണ്ടാവുക സെക്രട്ടേറിയറ്റിൽ. ഒരു അഡ്വാൻറ്റേജ് ഞാൻ പറയാം. CPM ഭരിച്ചിരുന്ന സമയത്ത് ഒരു അഡ്വാൻറ്റേജ്. അവിടെയൊക്കെ സെക്രട്ടേറിയറ്റിലേക്ക് ആരും പോവില്ല. ചെല്ലാൻ പാടില്ല എന്ന് ഉത്തരവ് കൊടുത്തിട്ടുണ്ട് പാർട്ടി ഓഫീസിൽ നിന്ന്. ഒരുത്തിനും ആവശ്യമില്ലാണ്ട് അങ്ങോട്ട് ചെല്ലാൻ പാടില്ല എന്ന്. പാർട്ടിക്കാരെ ഒന്നും അവർ എൻ്റർടൈൻ ചെയ്യാറില്ല. കാരണം അവർക്ക് AKG സെൻ്റർ ഉണ്ട്. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ AKG സെൻ്റർ അതൊരു ഒരു പ്രൊസീജിയറാണ്. അത് ഇവർക്ക് ഫോളോ ചെയ്യുന്നതാണ്. ജില്ലാ കമ്മിറ്റിയിൽ ആദ്യം ഏരിയ കമ്മിറ്റി, പിന്നെ അതിന് മുകളിൽ ലോക്കൽ ലോക്കൽ കമ്മിറ്റി, കമ്മിറ്റി, ഏരിയ, ബ്രാഞ്ച്, ലോക്കൽ കമ്മിറ്റി, ഏരിയ കമ്മിറ്റി, ജില്ലാ ആ കമ്മിറ്റി. രീതിയിലാണ് പോണത്. അവരൊരു പാർട്ടി സ്ട്രക്ചർ ഉണ്ട് അവർക്ക്. അപ്പം അത് ഇവർ ഫോളോ ചെയ്യുകയാണെങ്കിൽ ഈ പേര് കേൾക്കില്ലായിരുന്നു. ഇപ്പം എല്ലാവർക്കും അറിയാം. കേരളത്തിൽ ഏതോ കുഞ്ഞിൻ്റെ അടുത്ത് വരെ ചോദിച്ചറിഞ്ഞത് സംഗതി ഇവിടെ ഭരിക്കണം മുസ്ലിം ലീഗാണെന്ന്. വെറുതെ അല്ല, അത് ഇസ്ലാമിക് നാഷണൽ കോൺഗ്രസ് എന്നാണല്ലോ പറയുന്നത്, അല്ലെങ്കിൽ ഇസ്ലാമിക് നെഹ്റു കോൺഗ്രസ് എന്ന് വേണേൽ പറയാമെങ്കിൽ. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, മറ്റുള്ളവർ പറയാത്ത വാർത്തകളാണ് നിങ്ങളിലേക്ക് ഇന്ത്യ ലൈവ് എത്തിക്കുന്നത്. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഉറപ്പായിട്ടും ഇപ്പോൾ തന്നെ ചെയ്യണം.